ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? സുഖമല്ലേ എല്ലാവർക്കും? നമ്മളിപ്പോൾ ഇന്ന് കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളാട്ടോ. അതിന് മൈലാഞ്ചിയൊക്കെ എല്ലാവരും തലേന്നൊക്കെ ഇടും. പിന്നെ നമുക്ക് തലേന്ന് ഇടാൻ പറ്റിയിട്ടില്ല. പറ്റായില്ല, സമയം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. തലേന്ന് ഇട്ടാൽ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെയും പാത്രം കഴുകാനും ഓരോരോ പരിപാടികൾ, സോപ്പ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ മൈലാഞ്ചി ഇല്ല, പെട്ടെന്ന് ചുവപ്പ് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ അറിയുമോ, എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ പിന്നെന്താ കല്യാണത്തിന് മാറ്റി ഇറങ്ങാൻ നേരത്തെയാണ് മൈലാഞ്ചി ഇടുക, അപ്പാണ് കഴുകിക്കാണ് പോകാമെന്നൊക്കെ കേട്ടാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഇപ്പം എൻ്റെ കുളി ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതാ ഡ്രസ്സൊക്കെയുള്ള വള എടുത്തുക്കണു. അതിൻ്റെ ചുരുക്കാണ് ഇപ്പോൾ. വള എടുക്കാനായിട്ട് പോയതൊന്നുമല്ല ഞാട്ടാ. ആ കടയിലേക്ക് പോയി മോക്കൊരു വെള്ളി കളറിൻ്റെ മോതിരം വാങ്ങാൻ വിചാരിച്ച് പോയതാണ്. ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ അതേ മോഡൽ വള, വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് വാങ്ങിയതാട്ടോ. നല്ല രസമുണ്ട്. കല്യാണപ്പരിന്ന് എല്ലാവരും ചോദിക്കണുണ്ട് എങ്ങനെ എത്ര മാച്ചായ വള കിട്ടി. ഒരുപാട് ആൾക്കാർ ചോദിച്ചുട്ടാ. ഇത്രയും മാച്ചായി ചെയ്ത് ഓലിട്ട് തരികയെന്ന് ചോദിച്ചു. എൻ്റെ കൈ ഉണ്ട് കണ്ട്. ഓല കൊണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ വള അടിച്ചില്ലല്ലോ, നമ്മളിടല്ലേ. അപ്പം എൻ്റെ കയ്യിന് ഏത് ചെറിയ വളയും കൊള്ളും ചെയ്യും. ഊരാനും ഇടാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ അപ്പം പോകാൻ നേരത്ത് മോള് മൈലാഞ്ചി ഇട്ട് തരികയാണ്. ഇത് എളുപ്പം ചോക്കണ ബിഗ് ബിയാണ്. പെട്ടെന്ന് ചോക്കും. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നമ്മളെ കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ കഴുകാം കേട്ടോ. 2-3 ദിവസം നിൽക്കുകയുള്ളൂ. അങ്ങനെ മതിയല്ലോ നമുക്കൊക്കെ. മക്കളുടെ ഇടയിൽ ഇപ്പോൾ അതൊക്കെ നടക്കുകയുള്ളൂ. അല്ല അപ്പോൾ ഒരാഴ്ച മുന്നേ നമുക്ക് മൈലാഞ്ചി ഇട്ട് കാണും ഇങ്ങനെ പിന്നെ നഖവും അതും ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ ആൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മോനായിട്ട് നടക്കൂല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കേട്ടോ എളുപ്പപ്പണി ചെയ്യലാണ്. അപ്പോൾ മൈലാഞ്ചി ഇട്ടും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം മാറ്റിക്കാണ്ട് പോവാൻ. അങ്ങനെ എൻ്റെ മൈലാഞ്ചിടലും വളടലും മാറ്റലൊക്കെ എൻ്റെ ആദ്യം കഴിച്ചു ഞാൻ കേട്ടോ. നമുക്ക് പെണ്ണുങ്ങൾക്കാണല്ലോ കുറേ സമയം വേണ്ടത്, ആണുങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അത് വേഗം കഴിച്ചിട്ടാണ്ട് മോളും മോനൊക്കെ മോള് കുളിച്ചാൽ പോയപ്പോൾ തന്നെ മോനെയും കുളിപ്പിച്ചൊക്കെ ചെയ്തു. ഓൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഓനക്കും തന്നെ എൻ്റെ വള ഉണ്ടപ്പോൾ ഓനക്കും വളക്ക് നല്ലൊരു പൂതി ഇട്ടോ. അപ്പോൾ ഓനക്കും ഉണ്ട് അതിനോട് ഒരു വള അതിട്ട് കൊടുത്ത് പിന്നെ ഓനക്ക് മാറ്റി കൊടുക്കുകയാണ്. മൈലാഞ്ചിയൊക്കെ ഒന്ന് തലേന്ന് തന്നെ ഇട്ടൊക്കെ അവിടെ എല്ലാവരും അധികം കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പോൾ ഓലൊക്കെ മൈലാഞ്ചി കണ്ടപ്പോൾ കുറേ കരഞ്ഞേക്കണം ഓനക്ക് മൈലാഞ്ചി ഇടാൻ. അപ്പോൾ ഓന് മൈലാഞ്ചി ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ ഓല് വരട്ടെ, എല്ലാവരും വരട്ടെ, മൈലാഞ്ചി ഇടാൻ കുട്ടികൾ വേണ്ട ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആയപ്പോൾ എല്ലാവരും ഇടണ തിരക്കുവാണല്ലോ. അത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും അതിനൊരു സമാധാനം കിട്ടണില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് ഫ്രണ്ട്സ് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് നേരം വെച്ച് കണ്ട് ഇട്ട് കൊടുത്തു. അപ്പം തന്നെ ഉറങ്ങുകയും ചെയ്തു തലേ ദിവസം കേട്ടോ. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടേക്കണേ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടിപ്പോൾ ഓന് കൺമഷി പൗഡറൊക്കെ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വേഗം ചേറ്റിയ മണി വന്ന് കണ്ടാണ് എടുക്കലാണ്. ഞാൻ പറഞ്ഞൊന്നല്ല ഇപ്പോൾ ആൾക്ക് എടുക്കാൻ. അത് ചെറുതായെന്ന് തന്നെ എന്താ പറയുക 40 കുട്ടി ആയെന്ന് തന്നെ ഞാൻ അവിടെ കൊടുന്ന് കാണാനാണ് ഓനെ കുളിപ്പിച്ചിട്ടാണ് കൺമഷി പൗഡർ ഇട്ട് കൊടുക്കല്. ഇങ്ങനെ മലത്തി കെട്ടി പള്ളമ്മ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത് ഇങ്ങനെ തേച്ച് കൊടുത്ത് ചേലായതാ. ഇപ്പോഴും വേണം കൺമഷി ഇടണമെങ്കിൽ ഞാൻ എടുക്കുക അല്ലേ. സൂപ്പർ കുട്ടിയാണല്ലേ പള്ളമടല്ലേ. ആണ് ഞങ്ങളെ ഇതൊക്കെ തന്നെയാണ് ഓൻ്റെ പരിപാടി. കാണുമ്പോ സൂപ്പറായിക്കണേ. ടവലെടുക്കണം കേട്ടാ. അവിടെ ടവലുണ്ടോ ഷിനോ? അവന് മൂക്ക് ഇങ്ങോട്ട് കീർത്തിരി. കുട്ടി എന്തൊരു ചൊക്കനാണിത്. എന്താ ഒരു മുപ്പൽച്ചി കുട്ടി. കുപ്പായുടെ അവിടെയാണ് കെടുത്തിയാൽ പെട്ടെന്ന് ഇടാൻ കഴിയും. വയറുമ്പോൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തേക്കാണ്. അങ്ങനെ കുറച്ച് ഇതാവോളം അങ്ങനെ ഇട്ട് കൊടുത്ത് ശീലമായിട്ടാണ്. ഇപ്പോഴും എന്താ പൊടിയായിട്ട് വെച്ചാലും ഞാൻ കൺമഷി പൗഡറായിട്ട് വരികയാണെങ്കിൽ വേഗം കെടുക്കും. ആ പൗഡർ ഞാൻ എൻ്റെ കയ്യിലെടുത്താൽ പറ്റൂല. അവൻ്റെ വയറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം നെറ്റിമേലൊക്കെ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഇട്ടാൽ കാട്ടണത്. അല്ലെങ്കിൽ കുറുമ്പളും. അപ്പോൾ പിന്നെ പോണ അടുത്ത് കരഞ്ഞ് അതൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ പറഞ്ഞ രീതിക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. എല്ലാത്തിനും സമ്മതിക്കും. അതൊക്കെ ഇഷ്ടമാണ് അവൻ ചെയ്യാൻ. ഇത് കണ്ടിട്ട് ഓരോരുത്തർ ഇടണ കണ്ടിട്ടേ. പിന്നെ എല്ലാവർക്കും ഡ്രസ് കോഡാണ് കേട്ടോ. ബ്ലാക്കാണ് എല്ലാവരും. മോനക്ക് ഇതാ ബ്ലാക്ക് ഷർട്ട്, അവൻ്റെ ഉപ്പാക്ക് ബ്ലാക്കാണ്, പിന്നെ മോക്കും ഉണ്ട് ബ്ലാക്ക്. പിന്നെ എനിക്കും തന്നെ അതുപോലെ ഒത്തിരി ചുരിദാർ എടുത്തിട്ടോ. എൻ്റെ അങ്ങനെ ഉണ്ട് കാണാൻ രസമുണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടോ.
കുഴപ്പമില്ല, തുണിയൊക്കെ നല്ല ശീല തന്നെയാണ് കേട്ടോ, വലിയ കുഴപ്പമില്ലാത്തൊരു തുണി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് വേറെ കളറാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷേ എല്ലാവരും അടുത്തും ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിയതാട്ടോ അത്. അങ്ങനെ ഓനക്ക് പൗഡറും കൺമഷൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെന്താ മോള് വന്നു കേട്ടോ. നിങ്ങൾ മാറ്റിക്കോളി, ഞാൻ മാറ്റി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓള് വന്നു. ഓള് വന്നുകൊണ്ട് ഇൻഷേഡ് ചെയ്തൊക്കെ കൊടുക്കുകയാണ്, നല്ല മോഡലാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ നിന്ന് കൊടുക്കും, നല്ല ഭയങ്കര ഇഷ്ടമാണ്. കറുത്ത ഷൂ ഉണ്ട്, നല്ല റെഡിയാണ് കേട്ടോ. മോളാണ് ഇപ്പോൾ ഈ മാറ്റി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ പോകാൻ നിൽക്കണം, കുളിക്കാനും മാറ്റാനൊക്കെ ഭാവനം വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇപ്പം നല്ലത്. അവിടെ ആകുമ്പോൾ തിരക്കല്ലേ ഈ കാര്യം വിചാരിച്ച് വീട്ടിൽ തന്നെ പോകാൻ നിൽക്കാം. പിന്നെ തൊട്ടടുത്ത് അയൽവാസിനോട് കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വിചാരിച്ചാൽ നേരത്തെ തന്നെ പോകുന്നതാണ് കേട്ടോ. ശരി ചെയ്യണം. ഇരുന്നു റെഡിയായി. മോനിതാ സോക്സും ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ്, പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് തരണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്കി, പുതിയാപ്പിള നോക്കുകയാണ് നിങ്ങൾ. ഇതാണ് പുതിയാപ്പിള വിചാരിച്ചു, അത്രയും പൊളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി തുണിയും ഷർട്ടും വാച്ചൊക്കെ ഇട്ട് നല്ല അടിപൊളി ആയിക്കണം കേട്ടോ, സൂപ്പറായിക്കണേ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നേരത്തെ ആണല്ലോ, കല്യാണക്കാരൊന്നും എത്താനായിട്ടില്ലല്ലോ, നമ്മൾ വീട്ടുകാരല്ലേ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ പിന്നെ അവിടെ പുതിയെണ്ണ അവിടെ ഇല്ല കേട്ടോ. പുതിയെണ്ണ നേരത്തെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിക്കണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്നാടെ തന്നെ എല്ലാവരും ഒക്കെ ഡ്രസ് കോഡ് ഒപ്പിച്ചതല്ലേ, അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ സ്റ്റേജിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ കരുതിയതേനു. അപ്പോൾ ക്യാമറമാൻ അവിടെ ഇല്ല, ഫോട്ടോ എടുക്കാൻ പോയിക്കണ്. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നല്ല ലൈവിൽ നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് കേട്ടോ ഫോട്ടോയിൽ വെച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോവാനുള്ള പുതണിൻ്റെ കൂടെ പോവാം കേട്ടോ. നിൽക്കാതൊക്കെ നേരത്തെ ഒരാഴ്ച മുന്നേ കഴിഞ്ഞതുകൊണ്ട് ഒരു വന്ന് പെട്ടെന്ന് പോകാനായല്ലോ. ഞങ്ങൾ എൻ്റെ ആങ്ങളുണ്ട് കേട്ടോ വന്നീനു, 2 ആങ്ങളാരും വന്നീനു കല്യാണത്തിന്. ഓല് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആങ്ങളാർ. അപ്പോൾ പിന്നെ ഒരു തറവാട് ഒരു 2 ആളെ പേരും ഒരു കണ്ടത്തന്നെ ഒരു മുറ്റത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഓലോട് പറഞ്ഞു കേട്ടോ കല്യാണം. മറ്റോലൊക്കെ കുറച്ച് അപ്പുറത്തായതുകൊണ്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറേ ഇഷ്ടത്തിമാരും ആങ്ങളമാരൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഓലോടൊന്നും പറയാം, തൊട്ടടുത്തുള്ള ഓലോട് മാത്രം പറഞ്ഞേക്കേനു. ഓല് വന്നും ചെയ്തേനു കേട്ടോ. എൻ്റെ 2 ആങ്ങളാരും നാത്തൂനൊക്കെ വന്നും ചെയ്തേനു. അപ്പോൾ ആങ്ങള എൻ്റെ കൂടെ പോരി പറഞ്ഞ കണ്ട് അങ്ങനെ ഓൻ്റെ കൂടെ പോവുക കേട്ടോ ഞങ്ങൾ പുതണിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഓലെ വീട്ടിൽ പോവുക. നമ്മൾ ഫുഡ് കഴിക്കാനാട്ടോ പോണത്. ഫുഡ് കഴിക്കണമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചെക്കൻ്റെ വീട്ടിൽ പോകട്ടോ, വീടൊന്ന് കാണണമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ നമ്മൾ വേഗം തിരിച്ചു പോകും. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.